ലെജൻഡറി ഇൻവെസ്റ്റർ വാരൻ ബഫറ്റിന് നിലവിൽ ഏകദേശം $382 ബില്യൺ ക്യാഷ് പൊസിഷൻ മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. അപ്പൊ ഈ അടുത്തൊരു ഇന്റർവ്യൂല് അദ്ദേഹത്തോട് ഈ റീസെന്റ് മാർക്കറ്റ് കറക്ഷനെ പറ്റി ചോദിച്ചപ്പോൾ അദ്ദേഹത്തിന്റെ റെസ്പോൺസ് എന്തായിരുന്നുള്ളത് നിങ്ങൾ ഇവിടെ നിന്ന് കണ്ടുനോക്ക്. Well, let's talk about that. The market has come down substantially. Not substantially. Well, you've got both the Dow and the Nasdaq in correction territory. It's the worst performance on a quarterly basis for stocks in about 4 years. Do things look cheaper to you? No. 3 times since I've taken over Berkshire, it's gone down more than 50%. I mean, if you look at the markets of the worst probably was the 2007-8 period, although there was that one Monday when you had 21% in a day. I mean, this is nothing. I mean, well, this is nothing to make you get excited and think there's huge valuation drops. If they're 5 or 6% cheaper, that doesn't. We aren't in it to make 5 or 6%. ഇവിടുത്തെ ഇടിവൊന്നുമല്ല, ഇവിടുത്തെ പോയിന്റ് പാനിക് സിറ്റുവേഷൻ ക്രിയേറ്റ് ചെയ്തെന്നുള്ളതാണ്. പക്ഷെ നിങ്ങളിപ്പം ഏത് വാല്യൂഷനാണ് ഇൻവെസ്റ്റ് ചെയ്യുന്നുള്ളൂ ഇവിടെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഇപ്പം നമ്മൾ പറയുകയാണെങ്കിൽ 2020 കോവിഡിന് ശേഷമുള്ള റാലി നിങ്ങൾ നോക്കിയേ, നിഫ്റ്റി 7500 18,500 പോയി. അപ്പൊ എല്ലാവരും ഇതുപോലുള്ള ബുൾ മാർക്കറ്റ് മിസ് ചെയ്യും. പക്ഷെ ഇവിടെ എല്ലാ ഇൻവെസ്റ്റേഴ്സും മറക്കുന്ന ഒരു കാര്യമുണ്ട്, ഡിപ്പിൽ വാങ്ങുക. അതുപോലെ തന്നെ രണ്ടാമത്തെ ഒരു കാര്യം വെച്ചിട്ടുണ്ടെങ്കിൽ റൈറ്റ് വാല്യൂഷൻ നിങ്ങൾ ഒരുപാട് റെസ്പെക്ട് കൊടുക്കുക എന്നുള്ളതാണ്. ഇൻഫാക്ട് നമ്മൾ നോക്കുവാണെങ്കിൽ മിക്ക IPOസും ബുൾ മാർക്കറ്റിന്റെ ടൈമിലാണ് വരുന്നത്. അപ്പൊ ഈ ഒരു ടേബിൾ നിങ്ങൾ നോക്കിയേ. പക്ഷേ ഇവിടുത്തെ പ്രശ്നം റിയാലിറ്റി കടന്ന് വാല്യൂഷൻ എക്സ്പെക്ടേഷൻ പോകുമ്പോഴാണ്. അപ്പൊ അങ്ങനെയാവുമ്പോൾ മാർക്കറ്റ് എപ്പോഴും ചെയ്യുന്ന കാര്യം തന്നെ ചെയ്യും, എന്താണ്? ഡി റേറ്റിംഗ്. എന്നാൽ ഇവിടെ ഒരു ഇമ്പോർട്ടന്റ് പോയിന്റ് നിങ്ങൾ മനസ്സിലാക്കാനായിട്ടുണ്ട്. എല്ലാ ഇടിഞ്ഞുകൊണ്ടിരിക്കുന്ന സ്റ്റോക്കും വീക്ക് ബിസിനസ് എന്നല്ല. പല കേസിലും നമ്മൾ നോക്കിയിട്ടുണ്ടെങ്കിൽ വില ഇടിഞ്ഞിട്ടുണ്ടാവും, പക്ഷെ ബിസിനസ് ഇംപ്രൂവ് ആയിട്ടുണ്ടാവും. ഇവിടെ മീനിങ് എന്താണ്? മാർക്കറ്റ് വാല്യൂഷൻ കറക്റ്റ് ചെയ്യുന്നതാണ്, ബിസിനസിന് ഡി റേറ്റ് ചെയ്യുന്നതല്ല. സോ ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ റീസെന്റ് ലിസ്റ്റ് ചെയ്തേക്കുന്ന 3 കമ്പനീസ് നമ്മൾ ഡീകോഡ് ചെയ്യുന്നതായിരിക്കും. അപ്പൊ ഈ ഒരു കമ്പനീസ് എല്ലാം മുന്നേ വാല്യൂഷൻ ഹൈപ്പ് ഉണ്ടായിരുന്നു, പിന്നെ കറക്ഷൻ സംഭവിച്ചു. അതുപോലെ ഇപ്പോഴത്തെ ചോദ്യം ഇവിടെ ഇതാണ്, ഈ ഒരു സ്റ്റോക്സ് ഒക്കെ ഇപ്പൊ റീസണബിൾ വാല്യൂഷൻ അവൈലബിൾ ആണോ? അതുപോലെ തന്നെ ബിസിനസ് ലിസ്റ്റിംഗിന് ശേഷം ആക്ച്വലി വളർന്നിട്ടുണ്ടോ? കാരണം ലാസ്റ്റ് മാർക്കറ്റ് ഒരു സിമ്പിൾ റൂൾ ആണ് ഇവിടെ ഫോളോ ചെയ്യുന്നത്. പ്രൈസ് വീഞ്ചിൽ എന്താണ് ഫണ്ടമെന്റൽസ് ആയിട്ട് ഇവിടെ അലൈൻ ആവണം. സോ ലെറ്റ്സ് ബിഗിൻ ടുഡേസ് വീഡിയോ. ഇന്നത്തെ നമ്മുടെ ഫസ്റ്റ് കമ്പനി വരുന്നത് ബജാജ് ഹൗസിംഗ് ഫൈനാൻസ് ആണ്. ഇന്ത്യയിലെ സെക്കൻഡ് ലാർജസ്റ്റ് ഹൗസിംഗ് ഫൈനാൻസ് കമ്പനിയാണ്. അപ്പൊ കമ്പനിയുടെ IPO ലിസ്റ്റിംഗ് പ്രൈസ് 70 ആയിരുന്നു. ഇത് 150 രൂപയിലാണ് ലിസ്റ്റ് ചെയ്തത്, അതായത് 114% പ്രീമിയത്തോടെ. അതുപോലെ 188 ഇൻട്രാഡേ ഹൈ ക്രിയേറ്റ് ചെയ്തു, അതായത് ലിസ്റ്റിംഗിൽ നിന്ന് 2.7 ഇരട്ടി കൂടി. യൂഫോറിയ ടൈമില് പ്രൈസ് മാത്രമല്ല കൂടുന്നത്, വാല്യൂഷനും എക്സ്പെൻസീവ് സൈഡിലേക്ക് ഇവിടെ മൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇവിടെ തുടങ്ങും. അപ്പൊ അതിനുശേഷം സ്റ്റോക്ക് ഒരു വാല്യൂഷൻ കറക്ഷൻ ഇവിടെ കണ്ടു. അതുപോലെ നിലവിൽ ഇഷ്യൂ പ്രൈസിന്റെ അടുത്താണ് ഇവിടെ ട്രേഡ് ചെയ്യുന്നത്. വാല്യൂഷൻ മൾട്ടിപ്പിൾസ് നമ്മൾ നോക്കിയാൽ ലിസ്റ്റിംഗിന്റെ അടുത്ത് അവരുടെ പ്രൈസ് ടു ബുക്ക് ഏകദേശം 6x ആയിരുന്നു. അതിപ്പം 3x കറക്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പൊ മീഡിയൻ 4.x താഴെയാണിത്. അപ്പൊ കമ്പനിയുടെ PG റേഷ്യോ 0.6x ആണ്. അപ്പം ഇത് ഇവരുടെ ഗ്രോത്ത് വെച്ച് നമ്മൾ നോക്കുമ്പോൾ ബെറ്റർ ജസ്റ്റിഫൈഡ് ആണ്. അപ്പൊ കഴിഞ്ഞ 8 വർഷത്തിൽ കമ്പനിയുടെ AUM ഗ്രോത്ത് CAGR 64% ആയിരുന്നു. അപ്പൊ നെറ്റ് ടോട്ടൽ ഇൻകം 80% CAGR വളർന്നിട്ടുണ്ട്. അതുപോലെ PAT 116% CAGR ഇവിടെ വളർന്നിട്ടുണ്ട്. ഇനി നമുക്ക് കമ്പനിയുടെ ഗ്രോത്ത് ഔട്ട്ലുക്ക് നോക്കാം. മീഡിയം ടേമിൽ മാനേജ്മെന്റ് ഗൈഡൻസ് അവരുടെ ടാർഗറ്റ് 24 മുതൽ 26% AUM ഗ്രോത്ത് ആണ്. സംഭവ് ഹൗസിംഗ് എന്ന പുതിയ വെർട്ടിക്കലില് കമ്പനി നിയർ പ്രൈമും അഫോർഡബിൾ കസ്റ്റമേഴ്സിനെ ടാർഗറ്റ് ചെയ്ത് പെട്ടെന്ന് ഇവിടെ വളരുന്നുണ്ട്. അപ്പൊ അടുത്ത 12 മുതൽ 15 മാസത്തിൽ മന്ത്ലി ലോൺ ഡിസ്പേഴ്സ്മെന്റ് 600 കോടിയിലധികം വരെ ഡബിൾ ചെയ്യാൻ വേണ്ടി ഒരു പ്ലാൻ ഉണ്ട്. ഇനി നമുക്ക് ഇവരുടെ ബിസിനസ് എന്താണെന്നുള്ളത് നമുക്കൊന്ന് മനസ്സിലാക്കാം. അപ്പൊ ബജാജ് ഹൗസിംഗ് ഫൈനാൻസ് ഒരു HFC ആണ്, അതായത് ഹൗസിംഗ് ഫൈനാൻസ് കമ്പനിയാണ്. നമ്മളിത് സിമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ വീട് വാങ്ങാനും കൺസ്ട്രക്ട് ചെയ്യാനായിട്ട് മോർഗേജ് ലോൺസ് ഇവർ നൽകുന്നുണ്ട്. അപ്പൊ കമ്പനിയുടെ ഓപ്പറേഷൻസ് ജസ്റ്റ് ഹോം ലോണിലേക്ക് മാത്രം ലിമിറ്റഡ് അല്ല. അപ്പൊ ഇവർ ലോൺ അഗൈൻസ്റ്റ് പ്രോപ്പർട്ടി, ഡെവലപ്പർ ഫൈനാൻസിങ്, അത് ലീസ് റെന്റൽ ഡിസ്കൗണ്ടിങ് പോലത്തെ പ്രൊഡക്ട്സ് ഫൈനാൻസ് ചെയ്യുന്നുണ്ട്. അപ്പൊ ഇവരുടെ റവന്യൂ മിക്സിൽ ഹോം ലോൺസ് 54.5% കോൺട്രിബ്യൂട്ട് ചെയ്യുന്നുണ്ട്, ലീസ് റെന്റൽസ് 21.9%, ലോൺ അഗൈൻസ്റ്റ് പ്രോപ്പർട്ടി 10.7%, അതുപോലെ ഡെവലപ്പർ ഫൈനാൻസിങ് 11.6%. ഇനി നമുക്ക് റീസെന്റ് ക്വാർട്ടർലി നമ്പേഴ്സ് ഒന്ന് നോക്കാം. Q3 FY26 കമ്പനിയുടെ അസറ്റ് അണ്ടർ മാനേജ്മെന്റ്, അതായത് മാർക്കറ്റിലേക്ക് കൊടുത്ത ടോട്ടൽ ലോൺസ് ഇയർ ഓവർ ഇയർ 23% വളർന്ന് 1,33,000 കോടി എത്തി. നെറ്റ് ഇൻട്രസ്റ്റ് ഇൻകം ഇയർ ഓവർ ഇയർ 19% വളർന്ന് 963 കോടിയായി. മെയിൻലി സ്ട്രോങ് ലോൺ ഗ്രോത്ത്, അതുപോലെ കോസ്റ്റ് ഓഫ് ഫണ്ട്സിലെ 50 ബേസിസ് പോയിന്റ് ഡിക്ലൈൻ കാരണമാണ്. ഇപ്പൊ നെറ്റ് ഇൻട്രസ്റ്റ് മാർജിൻ 4% ഇവിടെ ഫ്ലാറ്റ് ആയിട്ട് നിന്നു. ഫണ്ടിംഗ് കോസ്റ്റ് കുറഞ്ഞത് ബെനിഫിറ്റ് ഉണ്ടായിരുന്നു, പക്ഷേ പോർട്ട്ഫോളിയോ ഈൽഡ് കുറഞ്ഞത് കൊണ്ട് ഓവറോൾ മാർജിൻ ഇവിടെ സ്റ്റേബിൾ ആയിട്ട് നിന്നു. പ്രോഫിറ്റബിലിറ്റി സ്ട്രോങ് ആയിട്ട് തന്നെ ഇവിടെ നിന്നു. പാറ്റ് ഇയർ ഓവർ ഇയർ 21% കൂടി 665 കോടിയായി.
അസറ്റ് ക്വാളിറ്റി സ്ട്രോങ് ആയിട്ട് തന്നെ ഇവിടെ നിന്നു. ഗ്രോസ് NPA 0.27%, അതുപോലെ തന്നെ NAT NPA 0.11%. അപ്പൊ ഇത് ഡീഫാൾട്ട്സ് കുറവാണെന്നും അതുപോലെ തന്നെ ആവശ്യത്തിനുള്ള പ്രൊവിഷനിങ് ഉണ്ടെന്നാണ് ഇത് കാണിക്കുന്നത്. ഇനി നമ്മൾ ഇവരുടെ റിസ്ക് മനസ്സിലാക്കുന്നത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. അപ്പൊ ഈ ഒരു ക്വാർട്ടറിൽ കമ്പനി Tier 1 ക്യാപിറ്റൽ റേഷ്യോ ചെറുതായിട്ട് ഇവിടെ ഇടിഞ്ഞു. അപ്പൊ ഇതിന്റെ കാരണം എന്താന്ന് വെച്ചാൽ RBI റൂൾസ് മാറിയതുകൊണ്ടാണ്. ഇപ്പം അപ്രൂവ് ചെയ്ത് എന്നാൽ ഡിസ്പോസ് ചെയ്യാത്ത ലോൺസും ക്യാപിറ്റൽ ഹോൾഡ് ചെയ്യണം ഇവിടെ. മുമ്പ് ഈ ഒരു റിക്വയർമെന്റ് ലിമിറ്റഡ് ആയിരുന്നു, പക്ഷെ ഇപ്പോൾ ഫുൾ എമൗണ്ടും അവിടെ അപ്ലൈ ആവുന്നുണ്ട് ഇത്. അതുകൊണ്ടാണ് ഇവിടെ ക്യാപിറ്റൽ റേഷ്യോയിൽ പ്രഷർ ഇവിടെ വന്നത്. ഇനി ഇന്നത്തെ നമ്മുടെ സെക്കൻഡ് കമ്പനി വന്ന് വിശാൽ മെഗാമാർട്ട് ആണ്. പാൻ ഇന്ത്യ റീറ്റെയിലർ ആണ്. ഇപ്പൊ ഡിസംബർ 2024 കമ്പനിയുടെ IPO 78 രൂപയിലാണ് വന്നത്. 104 രൂപയിൽ ലിസ്റ്റ് ചെയ്തു, 33% പ്രീമിയത്തോടെ. അപ്പൊ ആ ഒരു ടൈമിൽ P100X ആയിരുന്നു. അതിനുശേഷം സ്ട്രോങ് റാലിയോടെ സ്റ്റോക്ക് ഓഗസ്റ്റ് 2025 157 ഓൾ ടൈം ഹൈ ക്രിയേറ്റ് ചെയ്തു. അതിൽ P139X അപ്പൊ ഇത് ക്ലിയർലി ഒരു സ്ട്രെച്ച് വാല്യുവേഷൻ ആണ് കാണിക്കുന്നത്. അപ്പൊ ഇവിടെ നിന്ന് കറക്ഷൻ വന്നു. ഇപ്പൊ സ്റ്റോക്ക് ഓൾ ടൈം ഹൈയിൽ നിന്ന് 28% താഴെയാണ്. അപ്പൊ ഇത് കാരണം P67X ഡീറേറ്റ് ചെയ്തു. അതിലിപ്പോ മീഡിയൻ ആയ 100X താഴെയാണ് ഇതുള്ളത്. അപ്പൊ ഇതിപ്പോഴും കൂടുതലായിട്ട് തന്നെ നമുക്ക് തോന്നാം ഇവിടെ. പക്ഷേ ഇതാണ് ഇൻഡസ്ട്രിയുടെ നേച്ചർ ഇവിടെ വരുന്നത്. നിങ്ങൾക്ക് ഇപ്പോൾ ഒരു ടേബിൾ നോക്കിയിട്ടുണ്ടെങ്കിൽ കമ്പനിയുടെ കോമ്പറ്റേറ്റേഴ്സ് അതുപോലെ തന്നെ അവരുടെ P റേഷ്യോ നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നതാണ്. അപ്പൊ കഴിഞ്ഞ 3 വർഷത്തെ കമ്പനിയുടെ സെയിൽസ് CAGR നോക്കുകയാണെങ്കിൽ 24% ആയിരുന്നു. അതിൽ പ്രോഫിറ്റ് CAGR 45%. ഇനി നമുക്ക് ഇവരുടെ ഗ്രോത്ത് ഔട്ട്ലുക്ക് നോക്കാം. മാനേജ്മെന്റ് ഗൈഡൻസ് ഇതാണ്. എല്ലാ വർഷവും ഏകദേശം 80 മുതൽ 100 പുതിയ സ്റ്റോർസ് അവർ ഓപ്പൺ ചെയ്യുമെന്നാണ്. അതുപോലെ 9 മന്ത് എൻഡിങ് ഫൈനാൻഷ്യൽ 2024 അവർ ഓൾറെഡി 80 പുതിയ സ്റ്റോർസ് ഓപ്പൺ ചെയ്തിട്ടുണ്ട്. ഇപ്പം കമ്പനി മാർക്കറ്റിൽ നല്ല പ്രോപ്പർട്ടീസ് കണ്ടിട്ടുണ്ടെങ്കിൽ 110 മുതൽ 115 പുതിയ സ്റ്റോർസ് വരെ ഓപ്പൺ ചെയ്യാനുള്ള എക്സിക്യൂഷൻ കപ്പാസിറ്റി അവർക്കുണ്ട്. ഇപ്പം നമുക്കിപ്പോൾ അവരുടെ ബിസിനസ് നമുക്കൊന്ന് മനസ്സിലാക്കാം. വിശാൽ മെഗാമാർട്ട് ഇന്ത്യയിൽ മിഡിൽ ക്ലാസ്സിന് വേണ്ടിയിട്ടുള്ള ഒരു വൺ സ്റ്റോപ്പ് ഷോപ്പാണ്. അപ്പൊ ഇവരുടെ ബിസിനസ് 3 മെയിൻ കാറ്റഗറി ആയിട്ട് ഇവിടെ ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. അപ്പാരൽ, ജനറൽ മെർച്ചൻഡൈസ്, അതൊരു ഫാസ്റ്റ് മൂവിംഗ് കൺസ്യൂമർ ഗുഡ്സും. അപ്പൊ കമ്പനി അവരുടെ പ്രൈവറ്റ് ലേബിൾസിനാണ് കൂടുതൽ ഇവിടെ ശ്രദ്ധിക്കുന്നത്, അതായത് അവരുടെ ഓൺ ബ്രാൻഡ് തന്നെ. അപ്പൊ ഇത് റവന്യൂലേക്ക് 75% ഇവിടെ കോൺട്രിബ്യൂട്ട് ചെയ്യുന്നുണ്ട്. അപ്പൊ 771 ഫിസിക്കൽ സ്റ്റോറുടെ പാൻ ഇന്ത്യൻ നെറ്റ്വർക്ക് ഇവർക്കുണ്ട്. അപ്പൊ നമ്മളിവിടെ റീജിയൻ വൈസ് നോക്കുവാണെങ്കിൽ നോർത്തിൽ 298 സ്റ്റോർസ് ഉണ്ട്, സൗത്തിൽ 205, ഈസ്റ്റിൽ 192, അതിൽ വെസ്റ്റിൽ 76 എണ്ണവും. അപ്പൊ ഇതിനർത്ഥം കമ്പനിയുടെ പ്രൈമറി പ്രസൻസ് നോർത്ത് അതിൽ സൗത്ത് ഇന്ത്യയിലാണെന്നാണ്. ഇപ്പം ക്വിക്ക് കോമേഴ്സ് വഴി കസ്റ്റമേഴ്സ് എല്ലാ വീടുകളിലും അവർ പ്രോഡക്ട്സ് ഇവിടെ ഡെലിവറി ചെയ്യുന്നുണ്ട്. അപ്പൊ കമ്പനി അസറ്റ് ലൈറ്റ് മോഡലാണ് ഇവിടെ പ്രവർത്തിക്കുന്നത്. അപ്പൊ ഇതിന്റെ അർത്ഥം ഇവർ സ്റ്റോർ ഓൺ ചെയ്യുന്നില്ല, അതിന് പകരം ലീസ് ചെയ്യുവാണ് ഇവർ ചെയ്യുന്നത്. ഇനി നമുക്ക് ഇവരുടെ ക്വാർട്ടർലി റിസൾട്ട്സ് നമുക്കൊന്ന് അനലൈസ് ചെയ്യാം. ഇപ്പൊ Q3 FY26 റവന്യൂ ഇയർ ഓവർ ഇയർ 17% വളർന്ന് 3670 കോടിയായി. എബിറ്റ ഇയർ ഓവർ ഇയർ 20% കൂടി 605 കോടിയായി. അതിൽ മാർജിനും ചെറിയൊരു ഇംപ്രൂവ്മെന്റ് നമ്മൾ കണ്ടായിരുന്നു, 16.1% 16.5%. ഇനി നമുക്ക് കമ്പനിയുടെ ക്യാഷ് ഫ്ലോ സ്ട്രെങ്ത് ഒന്ന് നമുക്ക് മനസ്സിലാക്കാം. 2021 ഫൈനാൻഷ്യർ തൊട്ട് 2025 ഫൈനാൻഷ്യർ വരെ 5 ഇയർ ക്യൂമുലേറ്റീവ് CFO 4576 കോടി എത്തി. അതേസമയത്ത് ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് അതായത് EBIT നമ്മൾ നോക്കുകയാണെങ്കിൽ 3314 കോടിയാണ്. അപ്പൊ ഈ ഒരു ബേസിസിൽ CFO ടു ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് റേഷ്യോ ഏകദേശം 143% എത്തി. അപ്പൊ ഇത് സ്ട്രോങ് ക്യാഷ് റിയലൈസേഷൻ ആണ് ഇവിടെ കാണിക്കുന്നത്. ഇനി നമുക്ക് കമ്പനിയുടെ റിസ്ക് എന്തൊക്കെയാണ് എന്നുള്ളതും കൂടി നമുക്ക് നോക്കാം. കമ്പനി ഒരു ബ്രാൻഡ് മാനുഫാക്ചർ ചെയ്യാനായിട്ട് മൊത്തത്തിൽ തേർഡ് പാർട്ടി വെൻഡേഴ്സ് അതുപോലെ തന്നെ കോൺട്രാക്ട് മാനുഫാക്ചേഴ്സിനെയാണ് ഇവിടെ ആശ്രയിക്കുന്നത്. ഇപ്പം സപ്ലൈ ചെയിനിൽ എന്തെങ്കിലും ഒരു ഡിസ്റപ്ഷൻ വന്നിട്ടുണ്ടെങ്കിൽ അത് ഡയറക്ട്ലി ഇൻവെന്ററി അതുപോലെ തന്നെ സെയിൽസിന് ഇവിടെ ബാധിക്കാം. ഇവിടെ ഇപ്പം ജൂൺ 2025 ക്വാർട്ടറിൽ പ്രൊമോട്ടേഴ്സ് നല്ലൊരു പോർഷൻ സ്റ്റേക്ക് ഇവിടെ വിറ്റിട്ടുണ്ട്. ഇവിടെ ഹോൾഡിംഗ് 74.5% നിന്ന് 54.2% കുറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഈ ഒരു പീരീഡിൽ P റേഷ്യോ 128X ആയിരുന്നു. അപ്പൊ ഇത് വളരെ ഹൈ വാല്യൂഷൻ ആണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. അപ്പൊ നമ്മളിത് സിമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ പ്രൊമോട്ടർ ഹൈ വാല്യൂഷനിലാണ് ഷെയർസ് ഇവിടെ വിറ്റേക്കുന്നത്. ഇവിടെ ഇപ്പോൾ നമ്മൾ നോട്ട് ചെയ്യേണ്ട ഒരു ഇമ്പോർട്ടന്റ് പോയിന്റ് ആണ്, ഫെബ്രുവരി 2026 പ്രൊമോട്ടേഴ്സ് വീണ്ടും ബൾക്ക് ഡീൽ വഴി കുറച്ച് സ്റ്റേക്സ് ഇവിടെ വീണ്ടും വിറ്റിട്ടുണ്ട്. അപ്പൊ ഇവിടെ പ്രൊമോട്ടർ സെല്ലിംഗിന്റെ ഈ ഒരു ട്രെൻഡ് ഇൻവെസ്റ്റേഴ്സ് ക്വാർട്ടർ ഓൺ ക്വാർട്ടർ ബേസിസിൽ ഇവിടെ ട്രാക്ക് ചെയ്തുകൊണ്ടിരിക്കണം. അപ്പൊ ഇത് മുന്നോട്ടേക്ക് ഇങ്ങനെ തന്നെയാണ് പോകുന്നതെങ്കിൽ അതൊരു കൺസേണിംഗ് പോയിന്റ് ആയിട്ട് തന്നെ ഇവിടെ മാറാം. ഇനി ഇന്നത്തെ നമ്മുടെ ലാസ്റ്റ് കമ്പനി വരുന്നത് സജിലിറ്റി ആണ്. US ഹെൽത്ത് കെയർ സെക്ടറിലേക്ക് ടെക്നോളജി സർവീസ് പ്രൊവൈഡ് ചെയ്യുന്ന സെയിം കമ്പനി തന്നെ. ഇനി നമുക്ക് അവരുടെ IPO വാല്യൂഷൻ മൾട്ടിപ്പിൾസ് നമുക്ക് നോക്കാം. അപ്പൊ IPO ലിസ്റ്റിംഗിന് സമയത്ത് കമ്പനിയുടെ P റേഷ്യോ 53.8X ആയിരുന്നു. അതിനുശേഷം സ്റ്റോക്ക് ഒരു ഇനീഷ്യൽ IPO റാലി ഇവിടെ കണ്ടു. അതൊരു P ഇവിടെ 100X മേലെ പോയി. മാർക്കറ്റ് ഹൈ വാല്യൂഷൻ ഇവിടെ കറക്റ്റ് ചെയ്തപ്പോൾ P ഇവിടെ ഡീറേറ്റ് ചെയ്യപ്പെട്ടു. അതിലിപ്പോൾ 22X അതായത് മീഡിയനായ 36X താഴെ. അതിൽ നിലവിലെ PG റേഷ്യോ എന്ന് 0.08X ആണ്. അപ്പൊ ഇത് അവരുടെ ഗ്രോത്ത് വെച്ച് നോക്കുമ്പോൾ ജസ്റ്റിഫയബിൾ ആണ്. അപ്പൊ വാല്യൂഷൻ കറക്ഷൻ ഒഴിച്ച് നമ്മൾ നോക്കിയിട്ടുണ്ടെങ്കിൽ ഫണ്ടമെന്റൽസ് ഒരു സ്ട്രോങ് പാത്ത് ഇവിടെ കാണിക്കുന്നുണ്ട്. നവംബർ 2024 ലിസ്റ്റിംഗിന് ശേഷം ഡിസംബർ 2024 ക്വാർട്ടർ തൊട്ട് സെയിൽസ് ഗ്രോത്ത് തുടർച്ചയായിട്ട് 20% മേലെയാണ്. അതിൽ മാർജിനും ഏകദേശം 25% ഇംപ്രൂവ് ആയിട്ടുണ്ട്. അതേസമയത്ത് നമ്മൾ നോക്കുകയാണെങ്കിൽ കഴിഞ്ഞ 3 വർഷത്തിൽ സെയിൽസ് CAGR 82% ആയിരുന്നു. അതിൽ പ്രോഫിറ്റ് CAGR 291%.
ഇനി നമുക്ക് അവരുടെ ബിസിനസ് ഒന്ന് നമുക്ക് മനസ്സിലാക്കാം. സജിലിറ്റി US ഹെൽത്ത് കെയർ സെക്ടറിൽ പ്രവർത്തിക്കുന്ന ഒരു പ്യൂർ പ്ലേ ഹെൽത്ത് കെയർ സർവീസ് കമ്പനിയാണ്. അപ്പൊ ഇവര് മെയിൻ കസ്റ്റമേഴ്സ് പേയേഴ്സ് ആണ്, അതായത് US ഹെൽത്ത് ഇൻഷുറൻസ് കമ്പനീസ്, അതുപോലെ പ്രൊവൈഡേഴ്സ്, അതായത് ഹോസ്പിറ്റൽസ്, ലാബ്സ്, അതുപോലെ ഡോക്ടേഴ്സും. അപ്പൊ ഇതിൽ റവന്യൂ മിക്സ് 90.4% പേയേഴ്സിൽ നിന്നും അതുപോലെ 9.6% പ്രൊവൈഡേഴ്സ് നിന്നാണ് വരുന്നത്. അപ്പൊ കമ്പനി ഈ ഒരു ഹോസ്പിറ്റൽസ് അതുപോലെ ഇൻഷുറൻസ് കമ്പനീസിനായിട്ടുള്ള എല്ലാ ബാക്ക് ആൻഡ് ഓപ്പറേഷൻസ് അവർ ഹാൻഡിൽ ചെയ്യുന്നുണ്ട്. ലൈക്ക് നമ്മൾ പറയുകയാണെങ്കിൽ ക്ലെയിം പ്രോസസ് ചെയ്യുന്നത്, പുതിയ പേഷ്യൻസിനെ ഓൺബോർഡ് ചെയ്യുന്നത്, അതുപോലെ നമ്മൾ നോക്കുകയാണെങ്കിൽ കസ്റ്റമർ സപ്പോർട്ട് സർവീസും അവർ നൽകുന്നുണ്ട്. ഇന്ത്യയിൽ നിന്ന് മാത്രമല്ല കമ്പനി അവർ US ബേസ്ഡ് ക്ലയൻസിനെ സർവീസ് ചെയ്യുന്നത് US, കൊളംബിയ, ജമൈക്ക, ഫിലിപ്പീൻസിലുള്ള സെന്റേഴ്സിൽ നിന്നാണ്. ഇനി നമുക്ക് ഗ്രോത്ത് ഔട്ട്ലുക്ക് നോക്കാം. അപ്പൊ സജിലിറ്റി ആദ്യം പറഞ്ഞത് 2026 ഫൈനാൻഷ്യൽ റവന്യൂ ഗ്രോത്ത് 21% ആയിരിക്കും എന്നാണ്. പക്ഷേ ഓപ്പൺ എൻറോൾമെന്റ് സീസൺ നമ്മൾ പ്രതീക്ഷയിൽ നന്നായിട്ട് ഇവിടെ പെർഫോം ചെയ്തു. അപ്പൊ അതുകൊണ്ട് ബിസിനസ് ഇവിടെ കൂടുതലായിട്ട് വന്നിട്ടുണ്ട്. അപ്പൊ അതിന്റെ കാരണമായിട്ട് കമ്പനി ഇപ്പം പറയുന്ന ഗ്രോത്ത് 22.5% വരെ ഉണ്ടാവുമെന്നാണ്. ഇനിയിപ്പം മുന്നോട്ടേക്ക് പോകുമ്പോൾ മീഡിയം ടേമിൽ മാനേജ്മെന്റ് പറയുന്ന അവരുടെ ഫോക്കസ് ഓർഗാനിക് ആയിട്ട് ലോ ടു മിഡ് ടീൻസ് ഗ്രോത്ത് മെയിൻറ്റെയിൻ ചെയ്യാവുന്നതാണ്. ഇനി നമുക്ക് ഇവരുടെ ക്വാർട്ടർലി റിസൾട്ട്സ് നോക്കാം. ഇപ്പൊ Q3 FY26 ഈ റവന്യൂ ഇയർ ഓവർ 35% വളർന്ന് 1971 കോടിയായി. ഇപ്പൊ മാനേജ്മെന്റ് പറഞ്ഞ് ഈ ഒരു ക്വാർട്ടറിൽ വലിയ പേഴ്സിന്റെ പീക്ക് സീസൺ ആണെന്നാണ്. ആനുവൽ എൻറോൾമെന്റ് പീരീഡും ഓപ്പൺ എൻറോൾമെന്റും. അപ്പൊ ഇത് കാരണം വോളിയം നല്ലപോലെ ഇവിടെ കൂടി. അപ്പൊ അതുപോലെ ഇവിടെ എന്താണ് സ്ട്രോങ് സെയിൽസ് ഗ്രോത്തിന് ഇത് കാരണമായി. എബിറ്റ ഇയർ ഓവർ 30% വളർന്ന് 511 കോടിയായി. പക്ഷെ റവന്യൂവിന് വെച്ച് നോക്കുമ്പോൾ ചെറുതായിട്ട് ഇത് മോഡറേറ്റ് ആണ്. അതേസമയത്ത് സ്ട്രോങ് റവന്യൂ ഗ്രോത്ത് ഉണ്ടായിട്ടും മാർജിൻ ഓൾമോസ്റ്റ് സെയിം ആയിട്ട് തന്നെ ഇവിടെ നിന്നു. അപ്പൊ മാനേജ്മെന്റ് പറഞ്ഞ് ഗ്രോത്തിന് വലിയ ഭാഗം US-ഉം മറ്റ് നോൺ ഇന്ത്യൻ മാർക്കറ്റ്സ് നിന്നാണ് വന്നതെന്ന്. അപ്പൊ അവിടെ കോസ്റ്റ് സ്ട്രക്ചർ കുറച്ച് കൂടുതലാണ്. അപ്പൊ നെറ്റ് മാർജിനും ഓൾമോസ്റ്റ് സെയിം ആയിട്ട് തന്നെ ഇവിടെ നിന്നു, ഏകദേശം 13% മുതൽ 14% റേഞ്ചില്. അപ്പൊ കമ്പനിയുടെ ഡെറ്റ് ടു ഇക്വിറ്റി റേഷ്യോ കൺസിസ്റ്റന്റ് ആയിട്ട് ഇവിടെ ഇംപ്രൂവ് ചെയ്യുന്നുണ്ട്. ഇപ്പൊ ഇത് 1x-ന് താഴെയാണുള്ളത്. അതുപോലെ തന്നെ ഇൻട്രസ്റ്റ് കവറേജ് റേഷ്യോയും സ്ട്രോങ് ആയിട്ട് ഇവിടെ കൂടുന്നുണ്ട്. അപ്പൊ ഇത് കമ്പനിക്ക് ഡെറ്റ് നന്നായിട്ട് സർവീസ് ചെയ്യാൻ വേണ്ടി കഴിയുന്നുണ്ടെന്നാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. ഇനി നമുക്ക് ഇവരുടെ ക്യാഷ് ഫ്ലോ നമുക്ക് നോക്കാം. 2022 മുതൽ 2025 ഫൈനാൻഷ്യൽ വരെ 4 ഇയർ ക്യുമുലേറ്റീവ് CFO 3012 കോടിയാണ്. അതിൽ ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് 1778 കോടിയാണ്. അപ്പൊ ഈ ഒരു ബേസിസിൽ CFO ടു ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് റേഷ്യോ ഏകദേശം 170%. അപ്പൊ ഇത് കമ്പനിയുടെ ക്യാഷ് റിയലൈസേഷൻ സ്ട്രോങ് ആണെന്നാണ് ഇത് കാണിക്കുന്നത്. ഇനി നമുക്ക് ഇവരുടെ റിസ്ക് എന്തൊക്കെയാണ് എന്നുള്ളത് കൂടി നമുക്ക് നോക്കാം. അപ്പൊ ഇവരുടെ ഒരു മെയിൻ റിസ്ക് എന്ന് പറയുന്നത് ജോഗ്രഫിക്കൽ കോൺസെൻട്രേഷൻ തന്നെയാണ്. ഇവരുടെ 100% റവന്യൂ US-ൽ നിന്നാണ് ഇവിടെ വരുന്നത്. അതേസമയത്ത് നമ്മൾ നോക്കുകയാണെങ്കിൽ ക്ലയന്റ് കോൺസെൻട്രേഷൻ റിസ്ക് ഒരു മെയിൻ റിസ്ക് ആയിട്ട് ഇപ്പോഴും ഉണ്ട്. ഓവർ ദ ടൈം ഡിപ്പെൻഡൻസി ഇംപ്രൂവ് ആയെങ്കിലും റവന്യൂ ചില വലിയ ക്ലയൻസിനെ ആശ്രയിച്ച് തന്നെയാണ് ഇവിടെ നിൽക്കുന്നത്. ഇപ്പോൾ ഡിസംബർ 2025 പ്രകാരം ടോപ്പ് 3 ക്ലയൻസ് 60% ഇവിടെ കോൺട്രിബ്യൂട്ട് ചെയ്യുന്നുണ്ട്. അതുപോലെ നമ്മൾ നോക്കുകയാണെങ്കിൽ ടോപ്പ് 5 71%, അതിൽ ടോപ്പ് 10 ക്ലയൻസ് വരുന്നത് റവന്യൂന്റെ 85% അവർ കോൺട്രിബ്യൂട്ട് ചെയ്യുന്നുണ്ട്. സോ ഓവറോൾ ഇത് നമുക്ക് ക്ലിയർ ആവുന്ന ഒരു കാര്യം ഇതാണ്, മാർക്കറ്റ് പലപ്പോഴും ഫണ്ടമെന്റൽസിനെക്കാളും സെന്റിമെന്റ്സും ഹൈപ്പ് അനുസരിച്ചാണ് ഇവിടെ പ്രൈസ് ചെയ്യുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെയാണ് വാല്യൂഷൻ വളരെ കൂടുതലാവുന്നത്. പിന്നെ ഒരു സമയത്ത് നമ്മൾ നോക്കുമ്പോൾ കറക്ഷൻ വരും. കാരണം എന്താണ്, ഫണ്ടമെന്റൽസ് ഇവൻച്വലി പ്രൈസ് ആയിട്ട് ഇവിടെ അലൈൻ ആയിട്ട് പോകണം. അപ്പൊ അതുകൊണ്ട് തന്നെ നിങ്ങൾ IPO സ്റ്റോക്സിനെ ലിസ്റ്റിംഗ് ഹൈപ്പ് ചെയ്ത് നിങ്ങൾ ഇവിടെ ഇവാലുവേറ്റ് ചെയ്യരുത്. അപ്പൊ അതിന് പകരം നിങ്ങൾ അവരുടെ ബിസിനസ് ഗ്രോത്ത്, മാർജിൻ, ക്യാഷ് ഫ്ലോ, റിസ്ക് ഫാക്ടേഴ്സ് ഇതെല്ലാം ബേസ് ചെയ്തിട്ട് നിങ്ങൾ നോക്കണം. അപ്പൊ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്തതിൽ ഏതാണ് നിങ്ങളുടെ ഫേവറേറ്റ് സ്റ്റോക്ക് എന്നുള്ളത് നിങ്ങൾക്ക് താഴെ കമന്റ് ചെയ്യാവുന്നതാണ്. അപ്പൊ ഇന്നത്തെ വീഡിയോ നമ്മൾ എഡ്യൂക്കേഷണൽ പർപ്പസിനായിട്ടാണ് കവർ ചെയ്തിരിക്കുന്നത്. ഇതൊരു ബയോ സെൽ റെക്കമെൻഡേഷൻ അല്ല. അപ്പൊ നിങ്ങൾ ഏതെങ്കിലും ഒരു കമ്പനിയിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യുന്നതിന് മുമ്പ് ഡീറ്റെയിൽ ആയിട്ട് റിസർച്ച് ചെയ്തതിനു ശേഷം മാത്രം ഇൻവെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾ ശ്രദ്ധിക്കണം. അതുപോലെ നിലവിലെ വാല്യുവേഷനിൽ അട്രാക്റ്റീവ് ആയിട്ട് തോന്നുന്ന സ്റ്റോക്സ് ഏതൊക്കെയാണെന്നുള്ളത് നിങ്ങൾക്ക് താഴെ കമന്റ്സ് നമ്മളോട് ഷെയർ ചെയ്യാവുന്നതാണ്. സോ നമുക്ക് പുതിയൊരു വീഡിയോ ആയിട്ട് ഗ്രോ മലയാളം ചാനലോട് വീണ്ടും കാണാം. അതുവരെ ടേക്ക് കെയർ, ഹാപ്പി ഇൻവെസ്റ്റിംഗ് ആൻഡ് ബൈ ഫ്രം റിൻസി. Investment in securities market are subject to market risks. Read all the related documents carefully before investing. Please read the risk disclosure documents carefully before investing in equity shares, derivatives, mutual fund, and or other instruments traded on the stock exchanges.